ഇന്ന് മൂന്നാം പ്രാവശ്യവും ഞാനിവിടെ നടന്നു വന്നു. പ്രസാദിൻ്റെ വീട്ടിൽ നിന്ന് 35 മിനിറ്റ് വേണം നടന്നു വരാൻ. ഇതാ നിങ്ങൾ നോക്കുക, ദൂരേക്ക് നോക്കുക. ഈ കാണുന്ന ഒരു ആർച്ച് പോണക്കുള്ളൊരു പാലമാണ് അത്. ആ പാലം കെട്ടുന്ന അക്കരെ കയറിയാൽ അമേരിക്കയിൽ എത്താം. അമേരിക്കയുടെ ഭാഗത്തുള്ള ഫാൾസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ പാറക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലെ ഇടിഞ്ഞു വീണതിൻ്റെ കല്ലുകളൊക്കെ അവിടെ വീണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 250 മീറ്റർ ദൂരെ നിന്നാണ് എടുക്കുന്നത്. ഇതിലും അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഫെൻസിങ് ഉണ്ട്, അതായത് കൈവരികളുണ്ട്, അതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. താഴെ പുഴയിൽ നോക്കുക, 2 ചുമന്ന മേൽക്കുപ്പായങ്ങളൊക്കെ ഇട്ട ആൾക്കാരിരിക്കുന്ന വണ്ടികളുണ്ട്. അല്ല, വണ്ടിയല്ല, ബോട്ടുകളുണ്ട്. അത് കനേഡിയൻ ഭാഗത്തുള്ള യാത്രക്കാരെയും കൊണ്ട് പോയിട്ട് ഒരെണ്ണം പോയിട്ട് തിരിച്ചു വരുന്നു. മറ്റൊന്ന് ഈ ഇടതുവശത്ത് കാണുന്ന യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു. വലതുവശത്ത് കാണുന്നത് യാത്രക്കാരെയും കൊണ്ട് പോയിട്ട് തിരിച്ച് വരുന്ന ഭാഗമാണ്. ഇങ്ങനെ മുകളിലേക്ക് ദൂരെയായിട്ട് കാണുന്നതാണ് മെയിൻ ഫാൾസ്. കാനഡയുടെ ഭാഗത്തുള്ള മെയിൻ ഫാൾസാണ്. നല്ല സൂര്യപ്രകാശമുണ്ട്. നല്ല തെളിഞ്ഞ ദിവസമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ജനത്തിരക്കാണ് ഇവിടെ, അവധി ദിവസമായതുകൊണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫാൾസിനും ഇടയ്ക്ക് കണ്ടോ വലിയ കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടിയതുപോലെ കാണാറുണ്ടോ? അതൊക്കെ സ്വമേധയാ പ്രകൃതിദത്തമായ കല്ലുകൾ തന്നെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മനുഷ്യൻ കെട്ടുകയാണെന്ന് തോന്നുന്നു. ഇവിടെ കാണുന്നില്ല വലിയ ശിലാഭിത്തികൾ. അതിങ്ങനെ കുറേ ഭാഗം ഫാൾസിൻ്റെ ഭാഗത്ത് കുറേ ഇടിഞ്ഞു വീണു. കണ്ടോ ഫാൾസിൻ്റെ താഴെ ഇവരൊക്കെ മതിലിടിഞ്ഞു പോകുന്ന പോലെ കല്ലുകളൊക്കെ കിടക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടങ്ങളും എന്താ ഒരു നീല പെയിൻ്റ് അടിച്ചൊരു ബിൽഡിങ്. അതിൻ്റെ വലതുവശത്ത് മറ്റൊരു ചന്ദ്ര കളറിലുള്ളൊരു ബിൽഡിങ് അതെല്ലാം കാണുന്നത്. അതൊക്കെ അമേരിക്കയുടെ ഭാഗങ്ങളാണ്. ഭാഗങ്ങളിൽ അമേരിക്കയാണ്. ഇവിടെ ഈ സെൻറ്റ് ലോറൻസ് നദി 2ആയി തിരിഞ്ഞ് ഒഴുകാണ്. അതിൽ ഇടതുവശത്തൂടെ വരുന്നതാണ് അമേരിക്കയുടെ ഭാഗത്തുള്ള ഫാൾസ്. നടുഭാഗത്തിലെ കുറേ വനങ്ങളും വനഭൂമി പോലെ കാണുന്നുണ്ട്. അതിൻ്റെ വലതുവശത്ത് കാണുന്നതാണ് നയാഗ്ര മെയിൻ ഫാൾസ്, അതായത് കാനഡയുടെ സൈഡിലുള്ള ഫാൾസ്. ഇതിങ്ങനെ ഒരു തുരുത്താണ് ഇതിൽ കാണുന്നത്. ഓക്കെ, അടുത്തുള്ള ആൾക്കാർക്ക് ഒന്ന് താമസിക്കേണ്ട ഒന്ന് മാരിയറ്റ്. ഇതിപ്പം ഇല്ലേ കാസിനോ എന്ന് പറഞ്ഞൊരു വലിയ ലോഡ്ജാണ്. അതിന് തൊട്ടപ്പുറത്ത് എംബസി സ്യൂട്ട് എന്നും പറഞ്ഞ് ഒന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് മാരിയറ്റ് എന്നും പറഞ്ഞ മറ്റൊരു ഹോട്ടലുണ്ട്. അങ്ങനെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത്. അങ്ങനെ മൂന്നാം പ്രാവശ്യത്തെയും ഇന്നത്തെ വീഡിയോ എടുക്കൽ ഞാൻ അവസാനിപ്പിക്കണം. നടന്നാണ് തിരിച്ചു പോകേണ്ടത്. 35 മിനിറ്റിന് മേലെ വേണം. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയോടടുത്തു. പക്ഷേ നല്ല വെയിലാണ്. നമ്മുടെ അവിടുത്തെ ഒരു 2-2:30 മണിയുടെ വെയിലും ചൂടുമൊക്കെയാണ്. ഇഷ്ടംപോലെ വിസിറ്റേഴ്സാണ്. എന്തോ എന്തേലും ആ ജനപ്രവാഹം നയിക്കുന്നത്. നമ്മുടെ വലിയ ഒറനാപ്പള്ളി പെരുന്നാളിൻ്റെ ആൾക്കാർ പോലെ എവിടെ നോക്കിയാൽ മൊത്തം ജനങ്ങളാണ്. വണ്ടിയും കച്ചവടവും കുടിവെള്ളം വയ്ക്കുന്ന സ്റ്റാളുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയെങ്കിലും എടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ, നീല ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാർ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സന്ദർശകർ സഞ്ചരിക്കുന്ന ബോട്ടാണ്. അവർ മെയിൻ ഫാൾസ് ഇതാ വലതുവശത്ത് കാണുന്നുണ്ട്. മെയിൻ ഫാൾസ് കണ്ടിട്ട് തിരിച്ച് ബോട്ടിൽ കയറുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. അതായത് നീല ഓവർകോട്ടുകൾ ഇട്ട ആൾക്കാർ സഞ്ചരിക്കുന്ന യാത്രാ ബോട്ട്, ടൂറിസ്റ്റ് ബോട്ട്. അപ്പോൾ ദൂരെ ഒരു കണ്ടോ പച്ച നിറത്തിലുള്ള വലിയൊരു തൂണും അതിൽ നീളത്തിലുള്ള പ്ലാറ്റ്ഫോമും അത് അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള സന്ദർശകർക്ക് അതിൻ്റെ മേലെ കയറി നിന്ന് കാണാനുള്ള ഒരു വ്യൂവിങ് പോയിൻ്റാണ്. നോക്കുക, വ്യൂവിങ് പോയിൻ്റ്. ഓക്കെ.